ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. യുക്യാറ്റിലൂടെ കടന്നു പോവുകയാണ്. 14 ചോദ്യങ്ങൾ കഴിഞ്ഞു. 14ാമത്തെ ചോദ്യവും 15ാമത്തെ ചോദ്യവും ഏകദേശം ഒരുമിച്ച് പോകേണ്ടവയാണ്. നിങ്ങളത് വായിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് വിശുദ്ധ ഗ്രന്ഥം ചേർത്ത് വെച്ച് വായിച്ചാൽ ഒരുപാട് അനുഗ്രഹം. കാരണം വിശുദ്ധ ഗ്രന്ഥം, നമ്മുടെ ചോദ്യം അതായിരുന്നു. 14ാമത്തെ ചോദ്യം, വിശുദ്ധ ലിഖിതങ്ങൾ സത്യമാണോ? അല്ലേ? അതായിരുന്നു 14ാമത്തെ ചോദ്യം. വിശുദ്ധ ലിഖിതങ്ങൾ സത്യമാണ്, വിശുദ്ധ ഗ്രന്ഥം സത്യമാണ്, ദൈവവചനം സത്യമാണ്. കാരണം ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എഴുതപ്പെട്ട ദൈവവചനത്തിൽ ജീവനുണ്ട്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതത്തിൽ ദൈവവചനത്തിൽ ജീവനുണ്ട്. ആ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വിശ്വസിക്കുകയും നമ്മുടെ ഉള്ളിലേക്ക് അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാനും നിങ്ങളുമൊക്കെ അനുഗ്രഹം. അതുകൊണ്ടാണ് ഒരു ദിവസം ഒരു വചനമെങ്കിലും പഠിക്കണമെന്ന് ഞാൻ ആദ്യം മുതലേ നിങ്ങളോട് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥം ചേർത്ത് വെച്ച് യുക്യാറ്റും വായിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. വിശുദ്ധ യൂദാസ് എഴുതിയ ലേഖനം ദ ലെറ്റർ ഓഫ് സെയിൻറ്റ് ജൂഡ്, അത് വെളിപാട് പുസ്തകത്തിന് തൊട്ട് മുമ്പുള്ള ഒരു ലേഖനമാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ, ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകത്തിന് തൊട്ട് മുമ്പുള്ള ഒരൊറ്റ അധ്യായമുള്ള ഒരു ലേഖനം. അതിൽ 20ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ കാര്യത്തിലും നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ആ വിശ്വാസം വർദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും. 16ാമത്തെ ചോദ്യത്തിലേക്ക് ഞാനിന്ന് കടക്കുകയാണ്. 16ാമത്തെ ചോദ്യം: എങ്ങനെയാണ് നാം ഈ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കേണ്ടത്? ബൈബിൾ ശരിയായി വായിക്കുവാനുള്ള മാർഗമെന്ത്? ഒരൊറ്റ കാര്യം ചെയ്തേച്ചാൽ പ്രാർത്ഥനയോടെ വായിക്കുക. പ്രാർത്ഥനയോടെ, കർത്താവേ, എനിക്കിത് മനസ്സിലാക്കി തരണം. ഒരുപാട് പേര് പറയാറുണ്ട്, ഞാൻ ബൈബിൾ 1 പ്രാവശ്യം വായിച്ചു, 3 പ്രാവശ്യം വായിച്ചു, 10 പ്രാവശ്യം വായിച്ചു. ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബൈബിൾ ഇപ്പോൾ എത്ര പ്രാവശ്യം വായിച്ചെന്ന് പോലും എനിക്കറിയില്ല. എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. അങ്ങനെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു പ്രാവശ്യമൊക്കെ, ആദ്യത്തെ പ്രാവശ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം ദൈവനിവേശിതം ആയ ഈ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മൾ പ്രവർത്തിക്കും. ഇത് ആഗ്രഹമാണ്, വായിക്കേണ്ടതല്ല, വായിക്കണം. വായിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഒന്ന് വായിച്ച്, ഈശോയെ, എനിക്കിത് പറഞ്ഞു തരണമേ എന്ന്. അത് ഏത് പുസ്തകം വായിച്ചാലും കേട്ടോ. നിങ്ങളുടെ യുവജനങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് എങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ പഠനപരമായ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ, പരിശുദ്ധാത്മാവെ, എനിക്കിത് മനസ്സിലാക്കി തരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ്, നിങ്ങൾ ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. വിശുദ്ധ ഗ്രന്ഥവും അതുപോലെ തന്നെയാണ്. പരിശുദ്ധാത്മാവെ, എനിക്കിത് മനസ്സിലാക്കി തരണമേ, നന്നായി പ്രാർത്ഥിക്കുവാനും നന്നായി വായിക്കുവാനും മനസ്സിലാക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കത് മനസ്സിലാകും. ഇങ്ങനെയാണ് പറയുക: വിശുദ്ധ ലിഖിതങ്ങൾ ശരിയായി വായിക്കാനുള്ള മാർഗം പ്രാർത്ഥനാപൂർവം വായിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വായിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വായിക്കണം. കാരണം അത് ദിവ്യവചനങ്ങളാണ്, ദൈവത്തിൻ്റെ വചനങ്ങളാണ്. നമുക്ക് കൈമാറാനായിട്ട്, അതായത് നമുക്ക് നൽകപ്പെടാനായിട്ട് ദൈവത്തിനുള്ള സാരാംശപരമായ കാര്യങ്ങൾ അതിൽ. അതായത് എന്നോട് ദൈവം സംസാരിക്കുകയാണ് തിരുവചനത്തിലൂടെ. അന്ന് സംസാരിച്ചതല്ല, ഇന്നും അത് ജീവിക്കുന്ന വചനങ്ങളാണ്. എന്നോടും നിങ്ങളോടും നമ്മുടെ ദൈനംദിന ആവശ്യത്തിനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് തിരുവചനം. അതുകൊണ്ട് തിരുവചനം
വായിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കേണ്ടത്, എൻ്റെ ദൈവവുമായി ഞാൻ സംസാരിക്കുകയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി വേണം അത് വായിക്കാൻ. അങ്ങനെ വായിച്ചാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമുക്ക് പ്രയോജനകരമായി തീരും. കാരണം നമുക്ക് ഓരോരുത്തർക്കായി ദൈവം എഴുതിയ ദീർഘമായ എഴുത്ത് പോലെയാണ്. അതെത്ര മനോഹരമാണ്! ദീർഘമായൊരു എഴുത്താണ് ബൈബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ എഴുത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ടവരുടെ, ഈ കാലത്ത് എഴുത്തില്ല, പണ്ട് കാലത്തൊക്കെ എഴുത്തുണ്ടായിരുന്നു. ആ എഴുത്ത് എഴുതിയിരുന്ന കാലത്ത് സ്നേഹത്തോടെ നമ്മുടെ ഒരു ലെറ്റർ കിട്ടാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ കാത്തിരിക്കും. ആ എഴുത്ത് കിട്ടുമ്പോൾ സ്നേഹത്തോടെ അത് വായിക്കുകയാണ്. അതായത് അവരുടെ സ്നേഹം ആ കത്തിലൂടെ ഇങ്ങോട്ട് പകരപ്പെടുകയാണ്. എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒരു വലിയ കത്താണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന വലിയ കത്താണ്. എനിക്കും നിങ്ങൾക്കുമുള്ള വലിയൊരു കത്താണ് ഈ വിശുദ്ധ ഗ്രന്ഥം. അത് വായിക്കണം, ആ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ വായിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നാം വായിക്കണം. പ്രാർത്ഥനയോടെ വായിച്ചാൽ അതിൽ വലിയ അനുഗ്രഹമുണ്ട്. ഒരു വചനം ഒരു ദിവസം പഠിക്കുവാനായിട്ടും ആഗ്രഹിക്കുക. സമൃദ്ധമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.